ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ റെസിൻ കൊണ്ടുള്ള ആർട്ട് ചെയ്യാൻ പോവാണ്, റെസിൻ ആർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റെസിൻ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മളൊരു ഗോൾഡ് കളർ ചേർത്തായിരുന്നു കേട്ടോ, ഗോൾഡ് കളർ ചേർത്തു. അതിൻ്റെ മോൾഡിലോട്ട് നമ്മൾ കുറച്ച് സീക്വൻസ് ഇട്ടിട്ട് അതിൻ്റെ പുറത്തൂടെ ഈ റെസിൻ ഒഴിച്ചു കൊടുത്തു. ആൻഡ് അത് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളിന്ന് നമ്മളതിലുള്ള എല്ലാ സാധനങ്ങളും വെച്ച് ഉണ്ടാക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും കൊളാവെന്നൊക്കെയാണ് വിചാരിച്ചത്, കാരണം അത്രയ്ക്കും നല്ലതായിട്ടൊന്നും അല്ല മിക്സ് ചെയ്തത്. അപ്പോൾ ഒരു കുഞ്ഞു മുത്ത് നമുക്ക് എവിടെ നിന്നോ കിട്ടി. അതിനടുത്ത് അതിൻ്റെ നടുക്ക് വെച്ചിട്ടുണ്ട്, സ്റ്റിക്ക് വെച്ച് അത് ഇങ്ങനെ നേരെ ആക്കി കൊടുക്കുകയാണ്, കറക്റ്റ് സെൻറ്ററിലോട്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളതിൽ 2 മുത്തുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ ഒന്നാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 കവർ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മിനുക്കിടുമ്പോൾ അവിടെ തന്നെ നിൽക്കുമെന്നാണ് വിചാരിച്ചത്. ബട്ട് ഇതെല്ലാം സ്പ്രെഡായിപ്പോയി കേട്ടോ. മിനുക്കിട്ടത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കുളമായെന്ന്. പിന്നെ ആ കവർ ഇളക്കി നോക്കിയപ്പം ചെറുതായിട്ടൊരു ആപ്പിൾ ട്രീ പോലെ ഉണ്ടായിരുന്നു, കാരണം ആ മുത്ത് ആപ്പിൾ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആപ്പിൾ ട്രീൻ്റെ അത് വന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു മുത്തൂടെ അതിൽ കൂടെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആ ഒരു ട്രീൻ്റെ ഇതാവാൻ വേണ്ടി ഈ സൈഡിലോട്ട് പോയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കമ്പ് പോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് നല്ല തിളക്കമുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ ആ ഗോൾഡും ലൈറ്റ് അടിക്കുമ്പോഴും ലൈറ്റ് അടിക്കാത്തപ്പോഴും നല്ല തിളക്കമാണ്. ഇത് കാണാൻ വേണ്ടി ഈ ക്യാമറ ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും, നല്ല തിളക്കമാണ് കണ്ടോ. പിന്നെ നമ്മൾ പിങ്ക് അല്ല വയലറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വയലറ്റ് ഗ്ലിറ്റർ. അപ്പോൾ അതിട്ടപ്പോൾ വയലറ്റിൻ്റെ കളറിൽ തിളക്കുന്നു. അപ്പോൾ എല്ലാം കൂടെ കണ്ടിട്ട് എല്ലാം കൂടെ നല്ല തിളക്കമാണ്. അപ്പോൾ നല്ല രസമുണ്ട്. ഇപ്പോൾ കൊള്ളാം കേട്ടോ, കൊള്ളാമെങ്കിൽ ഇപ്പോൾ കൊള്ളാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ആ ഒരു മുത്തിനെ മറിച്ചിടാൻ നോക്കുന്നതാണ്. ആ മറിച്ചിടാൻ നോക്കി ആ ട്രീ ഫുള്ള് അങ്ങനെ കുളമായി. അങ്ങനെ നമ്മൾ സൈഡിലോട്ടാക്കി വെച്ചേ, ഈ മുത്ത് മാത്രം സൈഡിലോട്ടാക്കി വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഈ റെസിൻ അഴിച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ റെസിനാണെങ്കിൽ ആ മുത്തിൻ്റെ കൂടെ മിക്സായി. നമ്മളിത് ഒഴിച്ചപ്പോഴേക്കും ആ സൈഡിലുള്ള മുത്തിൻ്റെ കൂടെ ഈ റെസിൻ മിസ്സായി. മൊത്തത്തിലും പറഞ്ഞാൽ ഇത് കുളമായി. അത്രേനെ നമുക്കൊരു ഡൗട്ടായിരുന്നു കേട്ടോ, ഇത്രയും കുളമാക്കി ചെയ്തതല്ലേ, എല്ലാം ഉണങ്ങി കിട്ടുമെന്ന്. അതിൻ്റെ പുറത്തൂടെ എല്ലാം മിക്സ് ആവണമെന്ന് പറഞ്ഞല്ലോ, എല്ലാം മിക്സ് ചെയ്താണ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് അതിൻ്റെ പുറത്തൂടെ പിങ്ക് കളറും കൂടെ ഇട്ട്. അപ്പോൾ കുളമായി. പിന്നെ പിങ്ക് കളർ നമ്മൾ മിക്സ് ചെയ്തില്ല, പിന്നെ ഒരു ബ്ലൂ കളർ ഗ്ലിറ്റർ ഇട്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ പണി ചെയ്തു കേട്ടോ, കുറേ തറയിലും എല്ലായിടത്തും റെസിനും മിനുക്കും എല്ലാം കൂടെ ആയേ. അത് ഇത് ഒഴിച്ചു കൊടുത്തേ, തറയിൽ ഫുള്ള് റെസിനാണ്. നമ്മൾ ന്യൂസ് പേപ്പർ ഇട്ടെങ്കിൽ എല്ലാം തറയിലായി. പിന്നെ ഒരു സൈഡിലോട്ട് ഒഴിച്ചു കൊടുത്തപ്പോഴേക്കും അത് ഗ്രീൻ കളറായി. അതിൻ്റെ ഇടയ്ക്ക് വേറെ പണി, നമ്മൾ നേരത്തെ ചെയ്ത ഇതിലോട്ട് വെച്ചു കൊടുത്തു. മൊത്തം പറഞ്ഞ ഇതൊരു പണിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു കീച്ചൻ ഉണ്ടായിരുന്നേ, ബീച്ചിൻ്റെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ കീച്ചൻ നടുക്കോട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് ഈ കുഞ്ഞു മുത്തില്ലേ അത് 2 സൈഡിലായിട്ട് വെച്ച് കൊടുത്തു, മറ്റേ ഫുൾ സ്റ്റോപ്പ് പോലെ വെച്ച് കൊടുത്തു, പോയിൻ്റ് പോലെ. പിന്നെ ഇത് ട്രാൻസ്പാരൻ്റ് ആണെന്ന് തോന്നുന്നു, പിങ്കും ഉണ്ട്, ട്രാൻസ്പാരൻറ്റും ഉണ്ട്, വൈറ്റും ഉണ്ട്. കണ്ടാൽ വൈറ്റ് എന്നേ തോന്നുന്നു, ബട്ട് അത് ട്രാൻസ്പാരൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിൻ്റെ പുറത്തൂടെ ഗോൾഡ് ഇട്ട് കൊടുത്തു. പിന്നെ ഇപ്പോൾ നല്ല തിളക്കമുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ പിങ്ക് കളർ മിനുക്ക് തറയെ വാരിയിട്ടു. ഇടയിൽ കൂടെ തറയെ വീണതാണ്, മൊത്തം പണിയാണ്. അപ്പോൾ അവിടെ തറയെ ഫുള്ളായി. അവസാനം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണക്കാൻ വെച്ചപ്പോൾ നമ്മളെല്ലാവരും ഇരുന്ന് ക്ലീൻ ആക്കിയായിരുന്നു. തറയിൽ ഫുള്ളായി കേട്ടോ, എത്ര പേപ്പർ വെച്ചിട്ടും തറയിൽ ഫുള്ളായി. ഇപ്പോൾ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല തിളക്കമാണ്, ലൈറ്റ് അടിക്കാത്തപ്പോൾ ഇല്ലാത്തയും തിളക്കമാണ്. അപ്പോൾ ഇത് ഇപ്പോൾ രണ്ടാമത്തെ ദിവസമായപ്പോഴേക്കും നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും വിചാരിച്ചില്ല ഇത് സെറ്റാവുമെന്ന്, കാരണം അത്രയ്ക്ക് കുളമാക്കിയാണ് ചെയ്തത്. ബട്ട് എങ്ങനെയും സെറ്റായി. ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെയും വേറെ പണിയുണ്ട്, അത് നിങ്ങൾ കണ്ടോളാം. ഇതാണ് ആ പണി.
തറയിൽ വീണ് വീണ് ഗൈസ്. ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ട്, പൊട്ടിയില്ല കേട്ടോ, പൊട്ടിയില്ല, കൊണ്ട് കൊള്ളാം. അപ്പോൾ അത് ഞാൻ ബൈ കാണിക്കാൻ നിന്നത് ഈ വീഡിയോയുടെ കാര്യം ഞാൻ മറന്നുപോയി. അപ്പോൾ